നമസ്കാരം. സൂര്യരാശി ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി രാജേഷ്, അസ്ട്രോളജർ ആൻഡ് ജം കൺസൾട്ടന്റ്. മേടം അഥവാ ഏരീസ് മാർച്ച് 22 മുതൽ ഏപ്രിൽ 20 വരെ ഈ രാശിക്കാർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. കുടുംബാംഗങ്ങളോടൊപ്പം ഒരു യാത്രക്ക് സാധ്യതയുണ്ട്. വീട് പുതുക്കിപ്പണിയാനോ മോടി പിടിപ്പിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. വ്യാഴം 4 സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ ദൈവാധീനമുള്ള ഒരു സമയമായിട്ട് തന്നെ കണക്കാക്കാം. ഉന്നത വ്യക്തികളുടെ സഹായമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പരീക്ഷയിൽ മികച്ച വിജയം നേടാനും ഉപരിപഠനത്തിനും അവസരം വരുന്ന സമയമാണിത്. ഇടവം അഥവാ ടോറസ് ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെ ഈ രാശിക്കാർക്ക് കുറച്ച് ദൈവാധീനം കുറഞ്ഞ സമയമാണ്. എങ്കിലും ഉന്നത ബന്ധങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. തൊഴിൽപരമായ കാര്യങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ആഗ്രഹിക്കുന്ന സാമ്പത്തിക പുരോഗതി കൈവരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാലമായിട്ട് തന്നെ ഇത് കണക്കാക്കാം. പഠന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കരുതലോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുകയും വേണം. മിഥുനം ജൂൺ 22 മുതൽ ജൂലൈ 21 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്ക് ഈ സമയം വളരെ ഗുണകരമാണ്. ഉപരിപഠനത്തിനും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക പുരോഗതി നേടാൻ സാധിക്കും. സാഹിത്യകാരന്മാർക്കും ലേഖകന്മാർക്കും എല്ലാം മികച്ച സമയമാണ്. എന്നാൽ തൊഴിൽപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളോ അപവാദങ്ങൾ കേൾക്കേണ്ടി വരാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചിലർക്ക് സ്ഥലം മാറ്റം ലഭിക്കാനും സാധ്യത കാണുന്നു. കർക്കിടകം അഥവാ ക്യാൻസർ ജൂൺ 22 മുതൽ ജൂലൈ 23 വരെ ഈ രാശി ജനിച്ചിട്ടുള്ളവർക്കെല്ലാം വലിയ ഉത്സാഹവും ഉന്മേഷവും ഒക്കെ തോന്നുന്ന സമയമാണ്. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ പറ്റും. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്ന ഒരു സമയമാണ്. അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എല്ലാം കൂടുതൽ ലാഭകരമായിട്ട് വരികയും ചെയ്യും. പഠിച്ച വിദ്യയിൽ നിന്ന് പണം ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. പഠിച്ച വിഷയമായിട്ടുള്ള ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നല്ല സമയമാണ് ഇത്. ചിങ്ങം അഥവാ ലിയോ ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 23 വരെ സാമ്പത്തികമായിട്ടുള്ള ചിലവുകളൊക്കെ അധികമായി വരാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യ ചിലവുകളും ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് പണമിടപാടുകളെല്ലാം വളരെ ശ്രദ്ധിക്കുക. ബിസിനസ് പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ഉന്നത ബന്ധങ്ങൾ കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. നഷ്ടപ്പെട്ട ചില സാധനങ്ങൾ തിരിച്ച് കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചില അസ്വസ്ഥതകൾ പങ്കാളിയുമായിട്ട് ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു കാലമാണ്. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടാനും സാധ്യത കാണുന്നു. കന്നി അഥവാ വിർഗോ ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 23 വരെ ജനിച്ചിട്ടുള്ളവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പൂർവിക സ്വത്തൊക്കെ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പിതാവിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. സർക്കാരിൽ നിന്ന് ചില രേഖകളൊക്കെ കിട്ടാൻ പ്രതീക്ഷിക്കുന്നവർക്ക് അതെല്ലാം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും കൈവശം വന്നു ചേരുന്നതാണ്. ഏറ്റവും അധികം ദൈവാധീനമുള്ള ഒരു സമയമായതുകൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണിത്. തുലാം അഥവാ ലിബ്ര സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 23 വരെ ജനിച്ചിട്ടുള്ളവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് നേരിടാമെങ്കിലും ആഴ്ചയുടെ തുടക്കത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാവുമെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറുന്നതാണ്. പല രീതിയിൽ പണം കൈവശം വന്നു ചേരാൻ സാധിക്കുന്നതാണ്. എതിരാളികളെ വശത്താക്കാനും അവരിൽ നിന്ന് ചില നേട്ടങ്ങളും അവരുമായിട്ട് പല കാര്യങ്ങളിൽ രമ്യതയിൽ എത്തിച്ചേരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു സമയമാണ്. ബന്ധുക്കളെ കൊണ്ടും ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കളെ കൊണ്ടും ചില നേട്ടങ്ങളുണ്ടാവും. ചെറിയ യാത്രകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇത്. വൃശ്ചികം അഥവാ സ്കോർപിയോ ഒക്ടോബർ 24 മുതൽ നവംബർ 22 വരെ ജനിച്ചിട്ടുള്ളവർക്ക് വലിയ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. സൗഹൃദങ്ങൾ പുതുതായിട്ട് സ്ഥാപിക്കാനൊക്കെ സാധിക്കും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും. പങ്കാളിയെ കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും പുതിയ ചുമതലകൾ ഏറ്റെടുക്കാനൊക്കെ സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. സുഹൃത്തിൻ്റെ സഹായം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാനൊക്കെ സാധിക്കും. ദൈവാധീനമുള്ള ഒരു സമയമാണ് ഇത്. ധനു അഥവാ സജിറ്റേറിയസ് നവംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ളവർക്ക്
ഈ മാസം അത്ര ഗുണകരമല്ല. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ഉന്നത വ്യക്തികളുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനത്തിന് കേടുപാടുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വാഹനത്തിന് വേണ്ടിയുള്ള ചിലവുകളൊക്കെ വർദ്ധിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നോക്കുകയും ചെയ്യുക. മകരം അഥവാ കാപ്രിക്കോൺ, ഡിസംബർ 23 മുതൽ ജനുവരി 20 വരെ ജനിച്ചിട്ടുള്ളവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും നല്ല സമയമാണ്. പഴയ ശത്രുതയൊക്കെ മാറി അവരുമായിട്ട് രമ്യതയിൽ എത്തിച്ചേരാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ആശുപത്രിയിൽ കിടന്നവർക്കൊക്കെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വലിയ നേട്ടങ്ങളും ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാൻ. ദൈവാധീനം വളരെയധികം ഉള്ള ഒരു സമയമാണ്. ഉന്നത ബന്ധങ്ങൾ കൊണ്ട് ചില നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. കുംഭം അഥവാ അക്വേറിയസ്, ജനുവരി 21 മുതൽ ഫെബ്രുവരി 19 വരെ ഈ രാശിക്കാർക്ക് വളരെ ദൈവാധീനം കുറഞ്ഞ ഒരു സമയമാണ്. പല കാര്യങ്ങൾക്കും ഒരുപാട് പ്രാവശ്യം പരിശ്രമിക്കേണ്ടതായി വരാം. പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുക. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുക. പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവാനും സാധ്യത കാണുന്നു. മീനം അഥവാ പിസസ്, ഫെബ്രുവരി 20 മുതൽ മാർച്ച് 21 വരെ ഈ രാശിക്കാർക്ക് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തു തീർക്കാൻ സാധിക്കും. ഉന്നത സ്ഥാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. മക്കളുടെ നേട്ടങ്ങളിലെല്ലാം അഭിമാനിക്കാവുന്ന ഒരു സമയമാണ്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ചെയ്ത് തീർക്കാൻ സാധിക്കും. പുതിയ ചുമതലകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുക. ചില അലസതകളൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ ആഴ്ച വളരെ ഗുണകരമാണ്.